ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കോട്ടയം കടുത്തുരുത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചറിയാം മുഖ്യമന്ത്രി ആരാന്ന്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി തല്ലുണ്ടാക്കുവാണ്. അപ്പോൾ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ആരായിരിക്കും വരുന്നത് നമുക്ക് ചോദിച്ചറിയാം അവരോട്. മനസ്സിലല്ലോ. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം ആരായിരിക്കും? വി ഡി സതീശൻ മന്നെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. എന്നാലും ജനങ്ങളൊരു അഭിപ്രായം എടുക്കാണ്ട് വന്നാൽ നമ്മളല്ല തീരുമാനിക്കുന്നത്. എന്നാലും അവരാണ്. എന്നാലും ചേട്ടൻ ശരിക്കും പാടുപെട്ടത്. ആ ഇതിനുവേണ്ടി പാടുപെട്ടതിന് ശേഷമാണല്ലോ മറ്റുള്ളവരൊക്കെ ഇപ്പോൾ രമേശ് ഇവരൊക്കെയാണ് തന്നെ വിദേശ മക്കളൊക്കെ ആയിട്ട് പോയി സൂചിച്ചിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അയാളും മറ്റേ അവസരമില്ലായിരുന്നു. ഈ പറഞ്ഞ KC വേണുഗോപാലാണെങ്കിലും ശരിക്കും അയാൾ ഡൽഹി പോയി അയക്കണമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നടന്ന് ചെയ്ത്. പക്ഷെ ഇപ്പൊ ഈ പാടുപെട്ടത് മുഴുവൻ ഇയാളാണ്. പക്ഷെ ഇത് തള്ളിക്കളയുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരുമെന്ന് ഇന്നലെ തന്നെ ചാനൽ ചർച്ചകളിൽ മുഴുവനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് പിന്തുണ കൊടുത്തേക്കണ KC വേണുഗോപാൽ. കാരണം അയാൾക്ക് അത് സാധിക്കും. ഹൈക്കമാൻഡിൽ ഇരിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും അതാണ് വേറെ പിടിപാട് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കമാൻഡിൽ തീരുമാനിക്കണ പോലെ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ മല്ലികാർജ്ജുനയും ഇയാളും രാജീവ് ഗാന്ധിയൊക്കെ ഒരേ ഇതിൽ നിൽക്കുന്ന ആളാണ്. കേരളത്തിലല്ല മൊത്തത്തിൽ എല്ലായിടത്തും ഭരണം നയിച്ചുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ച് പുള്ളി കേരളത്തിലെ ഇതിൻ്റെ വിൽക്കാൻ മുറിയുന്ന പുള്ളിയാണുള്ള രീതിയിലാണ് ഹൈക്കമാൻഡ് ഭരിച്ചിരിക്കുന്നത്. ആ രീതിയിൽ വന്നു കഴിഞ്ഞിട്ട് ഇയാൾ പാടുപെട്ടത് വെറുതെ ആവും മറ്റേ ആൾക്ക്. തീർച്ചയായിട്ടും. അപ്പൊ ചേട്ടാ ഞാൻ സംശയം ചോട്ടെ, ഈ UDF വമ്പം ഭൂരിപക്ഷത്തോടെ ഈ ചരിത്ര വിജയമായിരുന്നു. അപ്പൊ ഒരു പക്ഷേ ഇത് കൊടുത്തില്ലെങ്കിൽ UDF പ്രസ്താവന മണ്ടത്തരല്ല കാണിക്കണത്, VD സതീശൻ കൊടുത്തില്ലെങ്കിൽ. മണ്ടത്തരം എന്ന് ഇവർ പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഈ UDF ഇതെന്ന് പറഞ്ഞാൽ LDF ഒരു ക്യാഡർ അല്ലല്ലോ. അല്ലല്ല. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാൽ എന്ത് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കാനാണ് ഫൈനലൈസ് ചെയ്യുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് ഇതിനെ കൂടി തരികയാണെങ്കിൽ കേരളത്തിൽ ഇതൊരു 2-3 ചേരിയായിട്ട് തനി ഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ ഇതിലേക്ക് വന്ന് ഇത് തമ്മിൽ പിരിഞ്ഞ് UDF അവസാനത്തെ ഒരു ഇതായിരിക്കാം. വരാനും ചാൻസ് ഉത്തര സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഈ രീതിയിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ എങ്ങും തൊടാതെ നോക്കുകയാണ്. മുസ്ലിം ലീഗ് പക്ഷേ ആദ്യം പറഞ്ഞിരിക്കുന്നത് സതീശനാണ് പാടുപെട്ട് അദ്ദേഹത്തിനാണ് അത് അർഹതപ്പെട്ടതെന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് വരെ ഈ കോൺഗ്രസ് വിട്ടു നിൽക്കുക, മാറി നിൽക്കാൻ സ്ഥിതിയിലേക്ക് വരും. അപ്പൊ ചേട്ടൻ ഞാൻ LDFന്റെ ഈ പ്രാവശ്യം കടുത്ത തോൽവിയല്ലേ എല്ലാവരും. അപ്പോൾ ചേട്ടൻ അത് ഈ 10 വർഷത്തെ ഭരണത്തോട് ചേട്ടൻ യോജിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തുള്ള നമ്മുടെ 10 വർഷത്തെ ഭരണത്തോട് നമുക്ക് ഒരു സാധാരണ അംഗത്തിന് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ. ഈ വളരെ മോശം ഭരണമായ കാരണമുള്ള ക്യാപ്റ്റൻ കളി കാരണമുള്ള ഭരണ രീതിയിലേക്ക് അല്ല കോൺഗ്രസിന് ഇതുപോലെ ചരിത്രത്തിൽ ഒരിക്കലില്ല പൂരം അടി. തീർച്ചയായിട്ടും ചേട്ടാ, എനിക്ക് എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു അടിമ ആരാന്ന് മനസ്സിലാക്കി തന്നില്ല. അടിമയൊന്നും ഇല്ല ഇതില്. നല്ലത് എവിടെയാണോ അവിടെ ജനങ്ങളുണ്ട് അല്ലേ? അത് എല്ലാവർക്കും തിരിച്ചടിയല്ലേ? അപ്പൊ ചേട്ടൻ്റെ അതിന്റെ അഭിപ്രായം അങ്ങനെ ഒരു അനുഭവം, അതായത് ഇപ്പൊ LDF സർക്കാർ ഞെട്ടിപ്പോയല്ലോ. ഈ നമ്മുടെ ജനങ്ങളെല്ലാം പിന്തുണ മാറ്റിയല്ലോ. അവര് വിചാരിച്ച ഇതിന്റെ നടപ്പിലെന്നാണ് ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ പ്രാവശ്യം ജനം കൊടുത്തണ ഈ ഒരു അടി എന്ന് പറഞ്ഞാൽ നല്ല അടി കൊടുത്ത്. ഹനുമാൻ ഷോയും ഈ അഴിമതി ഭരണം അതുപോലെ മറ്റേ ഈ ഇവിടുത്തെ നമ്മുടെ പ്രളയ ദുരിതത്തിലെ വീട് കറന്ന് വിട്ട വയനാട്ടിലെ ഇതിലെന്നൊക്കെ 760 കോടി രൂപ വിറ്റ് ആ വീടിന്റെ പോലും പണികൾ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ അവസാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പേപ്പർ മീഡിയ ആൾക്കാരുണ്ട്. അപ്പൊ ഈ UDF അധികാരത്തിൽ കയറിയാൽ തന്നെ ഇവരും ഈ പറഞ്ഞ നമ്മളെ പോലെ ജനങ്ങൾ പിന്തള്ളും, നല്ല ഭരണം അല്ലെങ്കിൽ. തീർച്ചയായിട്ടും അല്ലേ? ഇവര് തെരുവിലിറങ്ങി പരസ്പരം അടി വെച്ച് വീണ്ടും അടുത്ത ഇതിനുള്ള ഒരു ഗ്രൂപ്പ് കളി രാഷ്ട്രീയം കേരളത്തിലേക്ക് വരും. ഒരു പഴയതെല്ലാം മാറും. ഇപ്പൊ ജനങ്ങൾ ഞങ്ങൾ ചെയ്ത വോട്ട് മണ്ടത്തരായോ പൊതുജനം കരുതുകയെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. ഇപ്പൊ ഇത്ര നാളും ഈ പറഞ്ഞ KC വേണുഗോപാല അല്ലെങ്കിൽ പറഞ്ഞ ജനത്തിലെ ആരും ഇതിനു വേണ്ടി മുടക്കിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഇതിന്റെ ഈ ഒരു 5-8 വർഷമായിട്ട് ഇയാൾ തന്നെ എന്റെ പുറകെ നടന്നാടി ജീവിതത്തിൽ എല്ലാം കിട്ടും. അല്ലെങ്കിൽ ഇവര് പറഞ്ഞത് അന്ന് ഇയാൾക്ക് യോഗ്യതയില്ല, അയാൾക്ക് ഇപ്പൊ സീനിയോറിറ്റി ഇല്ലാന്ന് പറയുന്നത്. ഇപ്പൊ ഇപ്പൊ സീനിയോറിറ്റികളല്ലേ സീനാണ് ഭരണപരിചയം പറയണോ സീനിയോറിറ്റി പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോൺഗ്രസ് ഡൽഹിയിലിരുന്ന ഒരു കോൺഗ്രസ് തീരുമാനിച്ച് അവരങ്ങ് തീരുമാനിച്ച് അത് നടപ്പാക്കുക. അത്രേ ഉള്ളൂ. ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ KCക്കാണ് അവർക്ക് KC ആണ് ഒരുപാട് മുഴുവൻ ചുക്കം പിടിക്കും. അപ്പൊ KCക്ക് വേണ്ടി MLA മുഴുവൻ അപ്പൊ VD വരാൻ ചാൻസ് കുറവായിരിക്കും, സാധ്യത കുറവായിട്ടാണ് കാണുന്നത് ഇതുവരെ. അതായത് VDക്ക് 10 താഴെയുള്ള പിന്തുണയുള്ളൂ എല്ലാ ആ അവസ്ഥയിൽ ഇപ്പൊ പുള്ളി നിൽക്കുന്നത് ആ പ്രസ്താവന അല്ലേ?
അയാൾ ഒരിക്കലും ഈ ഒരു ഇടിച്ചു കയറി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുമല്ല. അതുമല്ല അയാൾ പുള്ളി അപ്പൊ മറുപടി നേരെ പോയി വർത്താനം പറയും. സ്റ്റേറ്റ് ആ. അല്ലെങ്കിൽ SNDP യോഗത്തിനെതിരെയും മറ്റേ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിക്കെതിരെയൊക്കെ ഇലക്ഷന്റെ കറക്റ്റ് 3-4 ദിവസം മുമ്പല്ല അത്രയും പവറായിട്ട് ഭയങ്കര പവറായിട്ട് കൊടുത്തത്. തീർച്ചയായിട്ടും അയാൾ ഇവരാരും പറഞ്ഞ നേതാക്കന്മാരെ ഒന്നും പറയത്തില്ല, അക്ഷരം വേണ്ടി ഒരു അക്ഷരം മിണ്ടില്ല, ഇപ്പോഴും പറയത്തില്ല. ആ. താടക്ക് തട്ടിട്ട് പോയാലും മിണ്ടില്ല. ഇവർ അതിനുള്ള മുഴുവൻ സംഭവം നടത്തിയ ഈ വർത്തമാനം പറയുന്ന സതീശനാണ്. ഒരു ജാതി വിവരം വേണ്ട, അല്ലെങ്കിൽ കോതമംഗലം രൂപയിലെ പള്ളിക്കാരെല്ലാം പള്ളിയിലെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പം ഇതിന് പാർട്ടിയിലെ കാര്യങ്ങൾ അവരൊരു തീരുമാനിക്കുന്നത് നമ്മൾ ഇതിന് സതീശൻ തന്നെയാണ്. ഓക്കെ, സ്റ്റാൻഡിങ് നല്ലതായിരുന്നു അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഗ്രൂപ്പുകൾ രാഷ്ട്രീയം കൊണ്ട് ഇത് നശിപ്പിച്ചുകളാണ് ഭരണം നശിപ്പിച്ചുകളെ. തീർച്ചയായിട്ടും സതീശൻ വരട്ടെ നമുക്ക് പറയാം. അത്രേ ഉള്ളൂ നമുക്ക് പറയാം നമ്മുടെ അഭിപ്രായം അല്ലേ. ഓക്കെ, താങ്ക് യു.